ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വിചാരിക്കുന്നത് കാറിനൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് കണ്ണൂർ പോകാമെന്ന് ഞാനും മുന്നേട്ടനും പിന്നെ എൻ്റെ കസിൻ ഉണ്ട് അനക, ഓളും കൂടിയാണ്. നമ്മളെ കുറേ വീഡിയോസിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓളും കൂടിയാണ് പോകുന്നത്, പ്ലസ് പിള്ളേഴ്സും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സിട്ടപ്പിനൊന്ന് ഡോക്ടറെ കാണിക്കണം. ഓൾറെഡി നമ്മൾ കുറേ വീഡിയോസ് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഓനെ ഡോക്ടറെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കാണാത്തതുണ്ടെങ്കിൽ പോയി കാണാം. അപ്പം അതിൻ്റെ കൂടെ അതാണ് മെയിൻ കാര്യം. അതിൻ്റെ കൂടെ നമുക്ക് ചില്ലറ ഷോപ്പിങ്ങും കാര്യങ്ങളും എൻ്റെ ഹെയർ കട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിന് മുന്നേ ഇങ്ങനെ ഒരു സംഭവം കാണിച്ചു തരാം. എന്താണെന്നല്ലേ, അപ്പം ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ സാധനം, അഗാരോ ഫ്ലാഷ് കാർ ചാർജർ 230 വാട്ട്. ഇതൊരു പവർഫുൾ കാർ ചാർജർ ആണ്. കാറിന്റെ ചാർജിങ് സോക്കറ്റിൽ ജസ്റ്റ് പ്ലഗ് ചെയ്താൽ മാത്രം മതി. കോമ്പാക്റ്റും ലൈറ്റ് വെയിറ്റും ആയതുകൊണ്ട് തന്നെ കാറിൽ വളരെ സൗകര്യമായിട്ട് ഫിറ്റ് ആവും. പിന്നെ ഈ ചാർജറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ട്രിപ്പിൾ പോർട്ട് ചാർജിങ് ആണ്. അതായത് ഒരേ ടൈം തന്നെ 3 ഡിവൈസ് വരെ നമുക്ക് ചാർജ് ആക്കാൻ പറ്റും. ഫോൺ, ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺ അങ്ങനെ എല്ലാം നമുക്ക് ഒരുമിച്ച് ചാർജ് ആക്കാം. അതുകൂടാണ്ട് ഈ ചാർജറിൽ അഡ്വാൻസ്ഡ് സേഫ്റ്റി പ്രൊട്ടക്ഷനും ഉണ്ട്. ഷോർട്ട് സർക്യൂട്ട്, ഓവർ ഹീറ്റിംഗ്, ഓവർ വോൾട്ടേജ് പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഇത് നിങ്ങളുടെ ഡിവൈസിനെ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇത് യൂസ് ആക്കുന്നത് വളരെ ഈസിയാണ്. പിന്നെ കോമ്പാക്ട് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ കാറിന്റെ ഇന്റീരിയറിൽ അധിക സ്പേസ് ഒന്നും ആവശ്യമില്ല. ഡെയിലി ട്രാവൽ ചെയ്യുമ്പോൾ ഇത് വളരെ കൺവീനിയന്റ് ആണ്. പിന്നെ ഇതിന് 1 ഇയർ വാറന്റിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഡിവൈസ് ചാർജ് ചെയ്യാൻ ഒരു റിലയബിൾ സൊല്യൂഷനാണ് അഗാരോ ഫ്ലാഷ് കാർ ചാർജർ 230 വാട്ട്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വേഗം പോയി വാങ്ങിക്കോളൂ. നമ്മൾ ഫുൾ മാറ്റി സെറ്റ് ആയത്. ഇപ്പൊ ആന്റീനെ വെയിറ്റ് ചെയ്യാന്ന്, ഇവരെ ആന്റിയാണ്, എൻ്റെ അനിയത്തിനെ വെയിറ്റ് ചെയ്യാന്ന്. ഞാൻ പറഞ്ഞല്ലോ നമ്മളിന്ന് കണ്ണൂർ പോകണം. ഇവരെ ഹോസ്പിറ്റൽ, ഇവരെ എല്ലാ സിറ്റിനും ഹോസ്പിറ്റൽ കാണിക്കണം. പ്ലസ് കുഞ്ഞു ചില്ലറ പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ മെല്ലെ പോട്ടെ. ഓള് വരുന്നുണ്ട്, ഓളെ വെയിറ്റ് ചെയ്തിട്ട്. ഓള് എത്താനായി എന്നാ പറഞ്ഞത്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പം എത്താനായി എന്നാ പറഞ്ഞത്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കലാണ് അല്ലേ ശിവ ഇതൊക്കെ ഇതാരാ ശിവ ഹായ്. ശിവന്റെ ഒക്കെ ഹായ്. ശിവക്ക് ക്ലിപ്പ് കുത്തി കൊടുക്കുന്ന വേസ്റ്റ് ആണ്. തലയിൽ കൈവച്ച് തല തപ്പിയിട്ട് കാർ സീറ്റിലിരുന്ന് മറ്റേ സർക്കസ് കളിക്കുന്നത്. അപ്പോ സർക്കസ് വീരൻ സിട്ടപ്പൻ കാർ സീറ്റിൽ ഇരുത്തിയതാ. പിന്നെ ഞാൻ വെക്കണ്ട, ഇതൊന്നും ഇട്ട് കൊടുക്കണ്ട, കാരണം സനക വരുന്നുണ്ടല്ലോ. അപ്പൊ ഓളെടുത്ത് ഇരിക്കുമല്ലോ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ. അപ്പൊ നോക്കുമ്പോൾ അതിന് സർക്കസ് കളിക്കുക. അപ്പൊ ഇത് അനക വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മെല്ലെ പോട്ടെ കേട്ടാ. ടോട്ടലി ലേറ്റ് ആയി. വേഗം പോണം എന്ന് വെച്ചാൽ ഡോക്ടർ 12:30 ആകുമ്പോഴത്തേക്ക് പോകും. നമ്മൾ വേഗം പോട്ടെ. കുഞ്ഞമ്മ ഒക്കെ മാറ്റൊന്നും വേണ്ടി വരും. നമ്മളിതാ മുന്നിലേക്ക്. ഇവിടെ ഏത് ഡാം? പട്ടി നമ്മളിനി പോട്ടെ വേഗം. അമ്മച്ചേ, അപ്പോൾ ഇതാ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. കിംസ് ഹോസ്പിറ്റലാണ് പോയി കണ്ണൂരുള്ളത്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ട് മോനെ കാണിക്കാനാണ് പോകുന്നത്. അങ്ങനെ മോനെ കാണിച്ച് അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഡോക്ടർ വേഗം തന്നെ കാണിക്കാൻ പറ്റി. പിന്നെ അവിടെ നമ്മൾ നേരെ മാക്സിലേക്ക് പോയി. മാക്സിന് വന്നിട്ട് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഫുള്ള് തിരക്ക് ഹറിബറിയൊക്കെ ആയിപ്പോയി. അപ്പം ഇതാണ് നമ്മളെ പരിപാടീസും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫുഡ് അടിക്കാൻ വേണ്ടത്. ഫുഡ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഓർഡർ ചെയ്ത്, കാരണം ചിവറയും വെച്ച് ഫുഡ് അടിക്കാനുള്ളത് പോസിബിൾ അല്ലേ ശിവ? അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാന്ന്. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വേണം ഫുഡൊക്കെ അടിച്ചിട്ട് ഒന്നും കൂടി മിക്കവാറും പുറത്തിറങ്ങേണ്ടി വരും. കാരണം വെച്ചാൽ ഇന്ന് കുറേ പരിപാടീസൊക്കെ തീർക്കണം. ഇവർക്ക് കുറച്ച് ഫാൻസി വാങ്ങാനുണ്ട്, എനിക്ക് ഹെയർ കട്ട് ചെയ്യാനുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തീർക്കണം. അപ്പോൾ അതൊക്കെ വഴിയെ കാണിച്ചു തരാം. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പൊട്ടേറ്റാ. ഒരാൾ നടന്ന് പാൽ കുടിക്കലാന്ന്, ഒരാൾ ഇടുന്ന് വെള്ളം കുടിക്കലാന്ന്. ഓക്കെ, അപ്പം നമ്മൾ ഫുഡിന് പൊരിഞ്ഞ് പണ്ടാറങ്ങി വരുന്നു. അതുകൊണ്ട് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇതാ മുടി മുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഏകദേശം 1 മാസത്തോളം ഞാൻ മുടി മുറിക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. ഇപ്പോഴാണ് അതിനുള്ള സമയം കിട്ടിയത്. പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് തന്നെ ഞാൻ അനഘേനെയും മുന്നേറ്റിനെയും കൂട്ടിയിട്ട്, കാരണം രണ്ടാളുണ്ടെങ്കിൽ ഓർ മാനേജ് ചെയ്തോളൂല്ലോ. പക്ഷേ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ചെറിയ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി എന്ന് തന്നെ പറയാം. ഞാൻ പറഞ്ഞല്ലോ മുടിയെല്ലാം മുറിച്ച്. പിന്നെ സത്യം പറഞ്ഞാൽ ഓരോ തിരക്കായി. ഫാൻസി അതൊന്നും എടുത്തിട്ടില്ലാന്ന് തോന്നല്ല. ആ സമയത്തിൽ ഇവര് എന്നാ ഒരു മാതിരി സ്വഭാവമായിരുന്നു. എൻ്റെ കരച്ചിലും കളിയൊക്കെ ആയിട്ട് ഒന്നും ഇതാക്കിയില്ല. നമ്മൾ ഫാൻസിയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇവർക്കും എനക്കും വേണ്ടതൊക്കെ, ഇവർക്കല്ല ശിവക്കും എനക്കും വേണ്ടതൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് പോന്ന്. അത് കഴിഞ്ഞിതാ വീട്ടിലെത്തി കഞ്ഞി കൊടുക്കലാണ്. കഞ്ഞി കൊടുക്കലാണ്. കഞ്ഞിയൊക്കെ കൊടുത്ത് ഇനി എന്താ പറയാ,
ഇനി ഇവരെ കുളിപ്പിച്ച് അങ്ങനെ ഇവരെ ഓരോ കാര്യങ്ങൾ അല്ലേ, അത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. നൈറ്റ് റൊട്ടീനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. അങ്ങനെ കഴിഞ്ഞു തന്നെ പറയാം അല്ലേ. അതെ, ബാബാ കുടിക്കണ്ട, നീ കുടിക്കണ്ട. കഞ്ഞി കുടിക്കും മകളെ. കഞ്ഞി എടുത്തേ പറ്റുള്ളൂ. അവിടെ നിൽക്കൂലേ ഇത്തോട്ട് കളിക്കുന്ന കളിയണ്ട വേണ്ട കേട്ടില്ല. കളിക്കുന്നേ നോക്കാതെ ഒരു ഇതായിപ്പോയി അങ്ങനെ കളിച്ചിട്ട്. അമ്മേനെ കൂടെ വായോ. ശിവാട്ടി വാ, അമ്മേനെ നമുക്ക് ശിവക്ക് സിറ്റുന്ന കഞ്ഞി കൊടുക്കാം. അപ്പൊ അത്രയൊക്കെയാണ്. ഇനി ദൈവയുടെ കരച്ചിലായി പിടിച്ചലായി. ഇനിയിപ്പോ ഇവരെ കുളിപ്പിക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ കഴിയും. ശിവക്ക് ഒന്നാമത് ഇവർക്ക് സുഖമില്ല, രണ്ടാൾക്കും ചുമയും ഇവർക്ക് ജലദോഷമൊക്കെ ആയിട്ട് അങ്ങനെ ഉള്ളൊരു ശീലക്കേടാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി നമ്മളെന്ത് ചെയ്യും, ഇനി ഇങ്ങനെ കണ്ടിന്യൂസ് ഓരോരോ വീഡിയോസ് ആയിരിക്കും നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ചോദിക്കും. നമ്മളിപ്പോൾ കുറേ ആയി ഷോർട്സും കാര്യങ്ങളൊന്നും ഇടാണ്ട്, അല്ല ഫുൾ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാണ്ട് ഇപ്പോഴാണ് പിന്നെയും സ്റ്റാർട്ടായത്. അപ്പോൾ ഇനി ഓരോരോ വീഡിയോസ് ആയിട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഇവരെ ബർത്ത്ഡേ ആയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഇവരെ നക്ഷത്ര ബർത്ത്ഡേ ആണ്, എന്താ പറയുന്നത് അറിയില്ല. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.